കഴിഞ്ഞ വീഡിയോൻ്റെ ബാക്കിയാണ് കേട്ടോ ഇത്. ടേബിളുമ്മേലും കൂടിയും കുറച്ച് സാധനങ്ങൾ വലിച്ചിട്ടിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, ഞങ്ങൾ വരുന്ന സമയത്ത് പാണ്ടയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഓൺ ദ സ്പോട്ട് എടുത്ത് വെക്കാൻ വയ്യാത്തതുകൊണ്ട് തന്നെ ഞാൻ അതവിടെ ഇട്ടിട്ടതിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ വേഗം എടുത്ത് വെച്ച്, അങ്ങനെ കുറേ സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു, തീർന്ന ഒരു 3-4 സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതേനു എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഈ സമയത്ത് ഞാൻ കൊണ്ടുവച്ച ബാഗ് വരെ ലീനു എടുത്തിട്ട് നടക്കേനു. ഞാൻ ഓൾക്ക് എന്തെങ്കിലും പണി കൊടുത്തില്ലെങ്കിൽ അവൾ എനിക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ വാരി ഇട്ടുകൊണ്ട് നടക്കും. പിന്നെ അവിടെ കുറച്ച് വേസ്റ്റ് ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ വേഗം അപ്പം തന്നെ ക്ലിയർ ചെയ്ത്. ഇത് ഈ ടേബിൾമേലാണ് പിന്നെയും സാധനങ്ങൾ കുറവുണ്ടാവുക, ബാക്കി എല്ലായിടത്തും എപ്പോഴും ഓരോന്ന് വലിച്ചിട്ടിട്ട് തന്നെയാണ് ലീനു ഉണ്ടാവുക. ഞാൻ എൻ്റെ വീട് എത്ര ഞാൻ വൃത്തിയാക്കിയാലും ഓൺ ദ സ്പോട്ട് ലീനുവിനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവൾ വൃത്തിയേടാക്കലുണ്ട്. എന്നാലും അവളെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കുന്ന പണികളൊക്കെ എടുത്താൽ അങ്ങനെ വൃത്തിയേടാക്കാണ്ട് എൻ്റെ കൂടെ ഇങ്ങനെ നടന്നോളും. ഇപ്പം ഓരോ ചിപ്സും അതും ഇതൊക്കെ കഴിച്ചൊക്കെ താഴെട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു, അതൊക്കെ വേഗം ഞാൻ അപ്പം തന്നെ ക്ലിയർ ചെയ്ത്. ഇതെൻ്റെ പുതിയ ബോട്ടിലാണ് കേട്ടോ, ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ വെള്ളം കൊള്ളും. പിന്നെ അവിടെ എന്തെങ്കിലും പൊടി ഉണ്ടോ എന്ന് വിചാരിച്ചിട്ട് ടേബിൾ ഞാൻ തുടക്കും. ഇതിൽ ആദ്യം ഒരു മാറ്റ് ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ ഒഴിവാക്കിയാണ്ട് ഇപ്പം ഇങ്ങനെ സിംഗിൾ സെൻറ്ററിൽ മാത്രം കുറച്ച് ക്ലോത്ത് ഇട്ടതാണ്. അതുകൊണ്ട് സ്ക്രാച്ചും ഒന്നും വീയാണ്ട് എനിക്ക് ടേബിൾ കൊണ്ടെടുക്കണേനു. അങ്ങനെ ലീനുവിനൊക്കെ ഇറക്കിയാണ്ട് ഞാനിതാക്കി. ഈ ടേബിളുമ്മ കയറി അപ്പം അവൾക്ക് ക്യാൻഡിലിൽ ചെടിയിലൊക്കെ ഒന്ന് തൊടേണ്ടി വരും. പിന്നെ ഇത് ഞങ്ങൾ TV വെച്ച സ്ഥലമാണ്. ഇവിടെ ലീനുവിൻ്റെ ഫുൾ ടൈം ഉണ്ടാവും. എത്ര വൃത്തിയാക്കിയാലും അതേപോലെ തന്നെ അവൾ വീണ്ടും കളിക്കാൻ തുടങ്ങും, ഇതേപോലെ ചെയ്യാൻ തുടങ്ങും. ഇതിപ്പോൾ അവൾക്ക് എനിക്ക് എന്തെങ്കിലും അർജൻറ്റ് പണി ഉണ്ടെങ്കിൽ ഞാനിങ്ങനെ ബുക്ക് വെച്ച് കൊടുക്കല. അപ്പോൾ അതിലിങ്ങനെ ഓരോ ലെറ്റേഴ്സും സ്റ്റിക്കേഴ്സൊക്കെ ആയിട്ട് ഇങ്ങനെ പറിച്ചിട്ട് ഇങ്ങനെ നോക്കിക്കോളും. പിന്നെ ഞാൻ ഈ ചെയ്യുന്ന സമയത്ത് തന്നെ അവളോട് ഞാൻ അവളെ ടോയ്സ് എടുത്തേക്കാൻ പറയും. അവളെ ടോയ്സ് ഞാൻ അവളെ കൊണ്ട് തന്നെ എടുത്ത് വെപ്പിക്കലാണ്. ഞാൻ എടുത്ത് വെച്ച് കാണിച്ചു കൊടുത്താൽ പിന്നെ അവൾ സമ്മതിക്കില്ല. ഇതാണ് അവളെ ബുക്ക്. ഇതേപോലത്തെ 3 ഉണ്ട്, പല വേർഡ്സിൻ്റെ ലെറ്റേഴ്സിൻ്റെ ഒക്കെ ആയിട്ട്. ഈ ബുക്ക് നല്ല യൂസാണ്. ഇത് അവർക്ക് പഠിക്കാൻ നല്ല സുഖമാണ്. ഇപ്പം ഇതിലോള് നോക്കിയൊന്നും പഠിക്കലൊന്നുമില്ല, പക്ഷേ ഇത് കുറേ നേരം അവളെ ഇരുത്താൻ നല്ല സുഖമാണ്. ഞാൻ അങ്ങനെ കാർട്ടൂണൊന്നും വെച്ച് കൊടുക്കലില്ല. അപ്പം ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലാണ് അവൾക്ക് ബോറടിക്കാണ്ട് ഇരിക്കുള്ളൂ. പിന്നെ കുഷ്യനൊക്കെ ഞാൻ ഇത് സോഫമേൽ വെറുതെ കാണാൻ എൻ്റെ ഭംഗിക്ക് ആശ്വാസത്തിന് ഞാൻ വെച്ചെങ്കിലും ഇതിപ്പം തന്നെ വീണ്ടും താഴെത്തും. അങ്ങനെ ഫുൾ ക്ലീനാക്കി റോബോനെ വിടാൻ വേണ്ടിയിട്ട് ടേബിളും സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ച്. ഇതാണ് റോബോൻ്റെ വാട്ടർ ടാങ്ക്. ഇതിൽ ഞാൻ വെള്ളം നിറച്ചിട്ട് ഇങ്ങനെ വെക്കും. പിന്നെ അത് കൊണ്ടുപോയി വെച്ചാൽ ഒരു 3-4 മോപ്പിന് എനിക്ക് ആ വെള്ളം കിട്ടലുണ്ട്. ഇതിൽ ഈ ഒരു ടാങ്ക് ലീനു പിടിക്കും, ഒരു ടാങ്ക് ഞാൻ പിടിക്കും, അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. അങ്ങനെ അത് നിറച്ച് കണ്ട് വേഗം അവിടെ തന്നെ കൊണ്ടുവച്ച്. ഇത് ഇനി റോബോനെ വിട്ടാൽ ഇന്നത്തെ ക്ലീനിങ് കഴിഞ്ഞ് ഇതേപോലെ തന്നെ ഡെയിലി ഞാൻ ഇത് റൂട്ടീൻ പോലെ ചെയ്യും. അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ആശ്വാസത്തിൽ ഫോണിൽ നോക്കിയിരിക്കാൻ എന്ത് സുഖമാണെന്നറിയും.